എല്ലാവർക്കും നമസ്കാരം. ഇനി വിറ്റമിൻ ഡി ഡെഫിഷ്യൻസിക്കുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണെന്ന് പറയാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മൾ വെയിൽ കൊള്ളുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ വെയിൽ കൊള്ളാൻ ശ്രമിക്കുക പരമാവധി. അത് കരുതി കൂടുതൽ നേരം വെയിലത്ത് നിൽക്കണം എന്നോ വെയിൽ കൊള്ളണം എന്നോ അല്ല പറയുന്നത്. ഒരു കുറച്ച് സമയത്തേക്കെങ്കിലും നമ്മൾ വെയിൽ കൊള്ളാൻ ശ്രദ്ധിക്കണം. പിന്നെ സൺസ്ക്രീനുകളുടെ അമിത ഉപയോഗം ആണ് രണ്ടാമത്തെ ഒരു കാരണം. അതിൽ സൺസ്ക്രീൻ ഉപയോഗിക്കാം, പക്ഷെ അത് അമിതമായിട്ട് ഉപയോഗിക്കാതിരിക്കുക. പിന്നെ നമ്മുടെ ലിവറിനോ കിഡ്നിക്കോ എന്തെങ്കിലും അസുഖങ്ങളുള്ളവരിലും ഈ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാണാറുണ്ട്. കാരണം അത് സ്കിന്ന് വഴി, പിന്നെ ഈ ലിവർ വഴി, കിഡ്നി വഴിയാണ് ഒരു ആക്റ്റീവ് ഫോമിലുള്ള വിറ്റമിൻ D3 നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ ലിവറിനും കിഡ്നിക്കും ഒരു പ്രധാന പങ്കുണ്ട് നമ്മുടെ ബോഡിയിലുള്ള വിറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്നതിൽ. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ, ഈ ലിവറിനോ കിഡ്നിക്കോ എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളുള്ളവരിലും വിറ്റമിൻ ഡി കുറവായിട്ട് കാണുന്നുണ്ട്. പിന്നെയുള്ളത് വെയിറ്റ് ലോസിനുള്ള എന്തെങ്കിലും സർജറി, ബേരിയാട്രിക് സർജറി ചെയ്തവരിൽ വിറ്റമിൻ ഡിയുടെ അബ്സോർപ്ഷൻ കുറയും. അത് കാരണം പിന്നീട് വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാവുന്നുണ്ട്. പിന്നെ നമ്മുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയ്ക്ക്, അതായത് നമ്മളെ കുടലിന് ഒക്കെ ബാധിക്കുന്ന അസുഖങ്ങളുള്ളവരിൽ, ക്രോൺസ് ഡിസീസ്, അതേപോലെ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, അതേപോലെയുള്ള അസുഖങ്ങളുള്ളവരിലും ഈ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. താങ്ക് യു.